ഷിബി എന്നാടി നോക്കട്ടെ. ആ അല്ല അത് ഇങ്ങോട്ടടി വണ്ണില്ലേ വാ. എനിക്ക് ആ നീല തന്നെ മതി, അല്ലെങ്കിൽ റോസ്. ഷിപ്പോയെ നല്ലത്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇതാ അന്ന് രാവിലെ തന്നെ പൂള പുഴുങ്ങിയതാണ്. അപ്പോൾ ഞായറാഴ്ചയാണ്, അപ്പോൾ പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ വിചാരിച്ച് കണ്ട് പൂള പുഴുങ്ങാൻ വിചാരിച്ച്. പൂള പുഴുങ്ങിയതും മീൻകറിയും മത്തി മുളക് ഇട്ടതും ആക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂള തൊലിച്ച് കാണ്ട് ഫീസറിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എടുത്ത് കാണ്ടത് മുറിച്ചിക്കാണ്ട് ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ വെച്ച് കാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ മുറിച്ച് കേകി വെച്ചിട്ടുണ്ടായിരുന്നു, ഫീസറിൽ വെക്കും. അങ്ങനെ അതാ മുളകിടാൻ വിചാരിച്ചു. ആദ്യം തന്നെ തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ അരിഞ്ഞ് ശരിയാക്കാൻ വിചാരിച്ചു. ഇന്ന് നെസ്റ്റോയിൽ പോകാനുണ്ട് കേട്ടോ. ഇന്ന് കട്ടിംഗ് ബോർഡൊക്കെ ഒന്ന് മാറ്റണം. കുറേ ദിവസമായിരിക്കണം കട്ടിംഗ് ബോർഡ് തേച്ചെങ്കിൽ മടുത്തുക്കണം. അതിൻ്റെ കറ പിടിച്ചാൽ പിന്നെ വരുതിയാലും തേച്ചാലും ഒന്നും പോവാത്തൊരൈറ്റാണ്. പച്ചക്കറിൻ്റെ കറയാണ് കാരം. പിന്നെ ഇത് ഈ കത്തി ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയത്. നമ്മൾ അടുക്കള പണിയുള്ള സമയത്ത് മീഷോന്ന് വാങ്ങിയത്. നല്ല ഉപകാരമുള്ള കത്തിയാണ് കേട്ടോ. അപ്പോഴും ഒരു കുഴപ്പമില്ല, നല്ല മൂർച്ചുണ്ട്. 3 കത്തിയായിരുന്നു, 4 കത്തി, ചെറുതും വലുതും, അതിന് വലുതും, പിന്നെ കട്ട് ചെയ്യാൻ പറ്റിയ വേറെ കത്തി, അങ്ങനെ ഒരു സെറ്റായിട്ട് അങ്ങനെ ഇരുന്നിട്ട് കുഴപ്പമില്ല. നല്ല ഉഷാറായ കത്തി തന്നെയാണ്, ഇപ്പോഴും ഒരു കുഴപ്പമില്ല. പിന്നെ അതായത് കട്ടൻ ചായ ഉണ്ടാക്കണം കേട്ടോ. രാവിലെ തന്നെ കട്ടൻ ചായ ആക്കാൻ വിചാരിച്ച്. എന്നും പാൽ ചായ കുടിച്ച് മടുത്ത് കട്ടൻ ചായ ഉണ്ടാക്കിയാൽ മതിയാണ്. പിന്നെ കട്ടൻ ചായയും കുറച്ച് മധുരം ഇട്ട് കണ്ട്. പാൽപ്പൊടി ഉണ്ടാകുമ്പോൾ ഞാൻ മധുരം ഇടില്ല, പൊടിയും പാൽപ്പൊടി ഇടുള്ളൂ, മധുരം ഇടലില്ല. കട്ടൻ ചായ പോകുമ്പോൾ കുറച്ച് പഞ്ചസാര ഇടും. പിന്നെ അങ്ങനെ കുടിക്കാനൊന്നും കഴിക്കില്ല. മധുരമൊക്കെ ഷുഗറൊക്കെ കുറക്കാൻ വിചാരിച്ചിട്ടാണ്. കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, അങ്ങനെ കുറക്കണത് നല്ലതല്ലേ. അപ്പോൾ അതാ മുളക് ഇടുകയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഒക്കെ പാടൊന്നിച്ചാണ്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി ഇട്ട് വലിയുള്ളി വാട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വാടിയതിന് ശേഷം ലാസ്റ്റ് തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുടംപുളിയാണ് കേട്ടോ. പുളി ഇപ്പം അങ്ങനെ എടുക്കലില്ല. കുടംപുളി നമ്മൾ ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, നാളെ നമ്മൾ വീഡിയോ കണ്ടിരുന്നില്ല. അത് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ കഴുകിയിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുടംപുളി മീനിലും കറിയിലൊക്കെ ഇടുന്നത്. ഏത് കറിയിലായാലും കുടംപുളി ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനത് നല്ല പച്ചക്ക് കഴിക്കല്ല, വെന്തിൻ്റെ ശേഷം കറിന്നൊക്കെ എടുത്ത് കഴിക്കലുണ്ട്. പിന്നെ ഇതാ മത്തിയും പന്നീനും ഒക്കെ പാട്ട് കണ്ട് കറി വെച്ച് കണ്ട് അങ്ങനെ അത് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞായറാഴ്ച കാരണം വൈകിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ചോറ് ഈസിക്കും വെച്ചതായിരുന്നു, അതവിടെ വേകുന്നുണ്ട്. പിന്നെ അതാ പൂള വെന്ത്, ചായ റെഡിയായി, കറി റെഡിയായി. കുട്ടികളൊക്കെ നീറ്റ് വരണുള്ളൂ. ഞാനും തന്നെ അടുക്കളയ്ക്ക് ഇറങ്ങാൻ വൈകി, നിസ്കാരം കഴിഞ്ഞ് കണ്ട് അവിടെ കിടന്ന്. ഞായറാഴ്ച ദിവസങ്ങളല്ലാതെ നേരത്തെ അടുക്കളയ്ക്കൊന്നും വരലില്ല, 8 മണി 8:30 ഇറങ്ങുള്ളൂ. അപ്പോൾ നേരെ 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ചായ കുടിക്കുകയാണ്. പൂളയും മീൻ മുളക് ഇട്ടതുമാണ് കേട്ടോ. കട്ടൻ ചായ അങ്ങനെ ഷിബിയും ഷിഫും ഞാനും ഞങ്ങൾ 3 ആളും കൂടിയാണ് കുടിക്കുന്നത്. നെസ്റ്റോയിൽ പോകണം വിചാരിച്ചിട്ടുണ്ട്, ഓണൊക്കെ അല്ലേ. അപ്പോൾ മിക്സി കേടന്നിക്കണ്, കട്ടിംഗ് ബോർഡ് മാറ്റണം. പിന്നെ കുറച്ച് ആൾക്കാരും സാധനങ്ങളൊക്കെ വാങ്ങണം വിചാരിച്ചിട്ടുണ്ട്. ഓഫർ ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ പോകണം വിചാരിച്ച്. ഇങ്ങനെ ചോറൊക്കെ വെന്ത് മത്തൻ താളിക്കാൻ വിചാരിച്ച്. ചായയും കഴിഞ്ഞ് കണ്ട് അടിച്ച് തുടക്കാനൊക്കെ ഷിഫു കഴിച്ചു കേട്ടോ. അതിമ്മപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അവൾക്കിന്ന് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ട്, ഇന്ന് പോകണില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടില്ല. പിന്നെ അപ്പോൾ അതങ്ങനെ മത്തൻ താളിക്കാൻ വേണ്ടിയിട്ട് തോല് കളഞ്ഞേക്കണം. തോല് കളയുമ്പോൾ പെട്ടെന്ന് നല്ല വേഗം ചെയ്തോളും. തോല് ഞാൻ എടുക്കലില്ല. ചിലപ്പോൾ അതിൻ്റെ കുരു എടുത്തുകൊണ്ടൊക്കെ വറുത്തിനിട്ടാണ്. കുരുവും അരിയും കൂടി വറുത്തുകാണ്ട് നല്ല ഇഷ്ടമാണ് എനിക്കത്. മത്തൻ കുരുവൊക്കെ പണ്ടൊക്കെ ഉമ്മ ഉണ്ടായ സമയത്തൊക്കെ ഞാൻ അതിന് കുരു തിന്നോണ്ട് ഉമ്മ അങ്ങനെ ചീത്ത അറിയായിരുന്നു. അത് തിന്നാൻ പാടില്ല, പച്ച തിന്നാൻ പാടില്ല എന്നൊക്കെ പറയും. അങ്ങനെ വറുത്തുകൊണ്ടൊക്കെ ഞങ്ങൾ തിന്നിന്നിട്ടാണ്. ഉമ്മ ഉണക്കാനൊക്കെ എടുത്തേക്കണതാണ് കാരണം വിത്തിനൊക്കെ. ഞാനത് വാരിക്കാണ്ട് തിന്നൊക്കെ ചെയ്യാം ചെറുപ്പത്തിലൊക്കെ. മത്തൻ കുരു അരിയും കൂടി വറുത്തുകാണ്ട് അങ്ങനെ ഞാൻ കുപ്പിയിലാക്കി വെച്ചിരുന്നു. അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കും, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ, വൈകുന്നേരം സമയത്തൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കും. അങ്ങനെ മത്തൻ കുരു വറുത്തതുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ വറുത്ത് വെച്ചിരുന്നു. പിന്നെ ഞാൻ മത്തനെ അങ്ങനെ സല്ലാജിയിൽ വെച്ചതായിരുന്നു മുറിച്ചിട്ട്. പിന്നെ അതാ വഴുതന മുറിച്ച്, ചുവന്ന വഴുതനയാണ് കേട്ടോ. അത് മുറിച്ച് കാണ്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കറൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതിക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്,
ഇട്ടുകൊണ്ട് അങ്ങനെ ഒഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ ഇതാ തളയനാണ്. മീനൊക്കെ ഭയങ്കര വിലയാണ് അല്ലേ, മീനൊക്കെ ഭയങ്കര വിലയാണ് ഇപ്പോൾ. അപ്പോൾ ഇതാ തളയനാണ് മീൻ. പിന്നെ മത്തൻ ഇതാ താളിക്കുണ്ടെന്ന്, മത്തൻ താളിച്ചതും വഴുതനപ്പേരിയാണ്. മീൻകറി ഉണ്ടായിരുന്നു. അങ്ങനെ വഴുതന അതാ ഈസി കുക്കുമ്പോൾ വേവുന്നുണ്ട്. പിന്നെ അതാ ക്ലീനിങ് പരിപാടിയാണ്. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ വിചാരിച്ച്. കട്ടിംഗ് ബോർഡ് വാങ്ങണം. കട്ടിംഗ് ബോർഡ് കുറേ ദിവസത്തേക്ക് വാങ്ങണം വിചാരിക്കും. കുറേ തേച്ച് വെക്കും, ബ്രഷ് ഇട്ടൊക്കെ വരുതി വെക്കും. ഒന്നും കളറ് കണ്ട് ശരിയായി കിട്ടണില്ല. വെള്ള കളറിൽ പച്ചക്കറീൻ്റെ കറയാൻ തോന്നുന്നുണ്ട്. ഇങ്ങനെ കത്തിൻ്റെ വര വീണിട്ട് കളർ മാറ്റമുണ്ട്. അത് ഒഴിവാക്കണം. കുറേ ദിവസത്തേക്കണത് വാങ്ങിയിട്ടും തന്നെ കുറേ ഒരു കൊല്ലത്തിന് മേലായിട്ടുണ്ടാവും അത് ഉപയോഗിക്കും. ഒരു കൊല്ലമല്ല, ഒരു 2-3 മാസത്തിന് മേലൊക്കെ ആയിട്ടുണ്ടാവും. കുറേ മുമ്പ് വാങ്ങിയതാണ്. പിന്നെ അത് ഷിബി ഓള് ഓരോരോ പരിപാടിയായിട്ട് അങ്ങനെ അന്ന് ക്ലാസ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതുണ്ടാക്കുക കേട്ടോ, മുടിമ കിട്ടണ കൈമലൊക്കെ ഇടാറുണ്ട് ഇങ്ങോട്ട്. അങ്ങനത്തെ കുറേ നാൾ ഷീന് കൊടുന്നിടത്തായിരുന്നു. ഒരു പാക്കറ്റ്, വലിയൊരു പാക്കറ്റായിരുന്നു നൂല്. അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം ഓളെ പരിപാടി. പിന്നെ അതാ കുളി നിസ്കാരം തിരുമ്പലൊക്കെ കഴിഞ്ഞ് അടിച്ച് തുടക്കലൊക്കെ ഷിഫു കഴിച്ച് അങ്ങനെ അതാ ഞങ്ങളിതാ ചോറ് തിന്നാണ് കേട്ടോ. ചോറ് തിന്നിട്ട് വേണം വൈകുന്നേരം 2 മണിക്കാണ് ഞങ്ങൾ അങ്ങോട്ട് നെസ്റ്റോക്ക് പോകണം വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾക്ക് കൊയ്വാണല്ലോ. അപ്പോൾ പിന്നെ സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം. ഓണൊക്കെ ആയല്ലോ, അപ്പോൾ ഓഫറും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോവാൻ വിചാരിച്ചത്. മത്തൻ താളിച്ചതും പെരിയാളൊക്കെ പോയിട്ട് പിന്നെ തൈര് ഉണ്ടായിരുന്നു. അങ്ങനെ അതാ ഞങ്ങൾ ചോറ് കഴിക്കുകയാണ്. പിന്നെ അതാ ഞങ്ങളിത് നെസ്റ്റോയിലെത്തിയിട്ടുണ്ട്. ഫ്ലാഷ് ഓഫ് 195. അതൊന്ന് എടുത്തോ, ഇത് നല്ലതൊക്കെ ഇട്ടോന്നു. എനിക്ക് ആ നീല തന്നെ മതി, അല്ലെങ്കിൽ റോസ്. ഇത് ഷിഫോയെ നല്ലത്. ഇതെടുത്തോന്ന്, ഇതെടുത്ത് 1790. എനിക്ക് നമ്മളിതോടുണ്ട്, അത് കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു, കേടെന്ന് പറയും. ഷിഫു ആ കളറും വേണം കേട്ടോ. ഏത് കളറാണ് വേണ്ടിയത്? ഏത് കളറാണ് വേണ്ടിയ പാത്രത്തിന്? വാ, അങ്ങനെ ഇതാ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഓട്ടോ വിളിച്ചൊക്കെ അവരെന്നെ വിളിച്ചു തരും. അവിടെ സെക്യൂരിറ്റി ഉണ്ടല്ലോ, അവരെന്നെ ഓട്ടോ വിളിച്ചെന്ന് ഞങ്ങൾ നെസ്റ്റോന്ന് വീട്ടിലെത്തി. അതൊക്കെയാണ് സാധനങ്ങൾ കേട്ടോ. മിക്സി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മിക്സി ബട്ടർഫ്ലൈ, നമ്മളെ മറ്റേ ഗ്രൈൻഡർ മെഷീൻ്റെ അതേപോലെ ബട്ടർഫ്ലൈൻ്റെ മിക്സി തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇതാ ഓഫറുണ്ട് കേട്ടോ, അപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അങ്ങനെ കളർ ബ്ലാക്ക് കളറാണ് വാങ്ങിയിട്ട്, അല്ല ബ്ലാക്കാണ് മിക്സി കളറ്. ബ്ലാക്ക് എന്നോ ഇവിടെ, ബ്ലാക്ക്. നശിബി ഓരോന്ന് പൊട്ടിച്ചാൽ ആദ്യം മിക്സി പൊട്ടിക്കും. മിക്സി കാണട്ടെ. പക്ഷെ നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ, പെട്ടി ഇങ്ങനെ കണ്ടതല്ലേ. ഇതാ മിക്സി പൊട്ടിക്കുകയാണ്. മിക്സി ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്ന് ഇവിടെ ഉള്ളതാണെങ്കിൽ കേടാണ്. കുറേ ഷിബിൻ്റെ വയസ്സുണ്ടോ, അപ്പോൾ അത്ര അല്ലാടി 13 വർഷമായിട്ടുണ്ടോ അങ്ങ് വാങ്ങിയിട്ട്. അല്ല, ഞങ്ങളെ വീഡിയോ കാണലൊക്കെ അറിയാം. കുറേ പഴക്കമുള്ള മിക്സിയാണ് ഇത്. അധികം വിലയുള്ളതൊന്നുമല്ല, പല ഞങ്ങൾക്ക് പിന്നെ ഗ്രൈൻഡറിൽ അരിപ്പൊടി കുഴക്കുന്നതും തേങ്ങ ചേരേണ്ടുന്നതും പിന്നെ അരി തേങ്ങ അരക്കണമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് സാധാ ഒരു ജ്യൂസ് അടിക്കാനും തേങ്ങ അരക്കാനും അങ്ങനത്തെ ജാറ് കുറഞ്ഞത് ഞാൻ വാങ്ങിയിരിക്കണം. എനിക്കിത് മതിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ 12,000-ൻ്റെ ഒക്കെ മിക്സി ഉണ്ടല്ലോ, പൊടി കുഴക്കണം. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട്. അതൊക്കെ ഗ്രൈൻഡറുമ്പോൾ തന്നെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇത് പൊടിക്കണതാണ്, പൊടിക്കണത്. ഇതാണ് ജാറ്. ഇതിട്ടാ
ആ ഇത് മറ്റേ ചിറ്റാണിയുള്ള അങ്ങനത്താണ് അല്ലേ? ഇത് അതാണ് അരക്കുന്നത് 2 ജാറ. ഇത് ചെറിയത്. അത് ചെറുത്. അത് ഇത് പൊടിക്കണതും ഇത് ചതക്കണതും അല്ലേ? ഇത് ചതക്കണതാണ്. പഞ്ചസാര വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഉലുവൊക്കെ പൊടിച്ചാൻ പറ്റിയ അത് പൊട്ടിച്ചാൽ പിന്നെ പൊട്ടി താഴെ വെക്കാം. ഇത് ഇത് മിക്സി വലുത്. ഇനി മിക്സിയൊക്കെ അരക്കുമ്പോഴൊക്കെ കാണാം. കത്തി അതാ ചട്ടക ഗ്രൈൻഡറുമുണ്ട് ഇങ്ങനത്തെ ചട്ടകാണ്. അതിങ്ങനെ ഇളക്കി ഒക്കെ വെറുതെ നമ്മൾ വെറുതെ. ഞാൻ മിക്സി ആ പെട്ടി തന്നെ ഇറക്കി വെച്ചാ മിക്സി ജാറിത് തുറന്നു നോക്കണം. ഇത് ഇറക്കിയതല്ല ഇങ്ങനെ സ്ഥലം ഉണ്ടാവില്ല മാറ്റി വെക്കാൻ. അതങ്ങനെയല്ല ഇവിടെ തിരിക്കലാണ്. അത് ഗ്ലാസ്സാണ്. റബ്ബേക്ക് വയ്യ. ഈ ഗ്ലാസ്സിന് ഭയങ്കര പേടിയാണ് കേട്ടോ. ബട്ടർഫ്ലൈ നല്ല കമ്പനിയാണ് ബട്ടർഫ്ലൈ ഗ്രൈൻഡർ. എല്ലാ ഓണത്തിന് ഞങ്ങൾ എന്തെങ്കിലും ആയിട്ട് വാങ്ങലുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഓണത്തിന് ഞങ്ങൾ ഇതൊക്കെയാണ് വാങ്ങിയിരുന്നത്. കഴിഞ്ഞ ഓണത്തിന് എയർ ഫെയർ വാങ്ങിയതില്ലേ? എയർ ഫെയർ ഓർമ്മയില്ല. ഇതേ കൊല്ലം എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അങ്ങ് വാങ്ങലൊന്നും ഇല്ല കേട്ടോ. പിന്നെ അങ്ങനെ പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങുന്നല്ലാതെ. ഇത് പിന്നെ അത് സല്ലാജി കൊണ്ടുവച്ചാ കൊണ്ടൊക്കെ എന്നിട്ട് പിന്നെ ഇത് ടിന്ന് ഞങ്ങൾ പഞ്ചസാരൊക്കെ ഇടാൻ പറ്റിയത് ഇതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഒന്നുകൂടി വാങ്ങിയാൽ തോനൊക്കെ പഞ്ചസാര കൊണ്ടൊക്കെ വാങ്ങാച്ചിട്ടാണ്. ഇത് പിന്നെ ഇവർ മുട്ടായി വേണമെന്നാണ് ഇപ്പം. അങ്ങനെ അവിടെ ഒന്ന് കഴിച്ചിട്ട് ഞങ്ങൾ കേട്ടോ. ഞങ്ങൾ പോയ പാട് അങ്ങനെ തിരിച്ച് കൊണ്ടുതന്നെ പോകുന്നത്. കഴിക്കാനൊന്നും അവിടെ കാണുന്നില്ല. ചേട്ടരിക്കോ ഇവിടെ ചെങ്കട്ടിക്ക് നെക്സ്റ്റ് ഞാൻ നടാടെ പോവുകയാണ്. പിന്നെ അത് ഈത്തപ്പഴം ഇവിടെ പറ്റൂല. ഷിഫുവിന് ഇത് പറ്റുള്ളൂ. അപ്പം ഇവിടെ നമ്മളിത് വാങ്ങിക്കാറുണ്ട്. ഇവിടെ ഉള്ള നോക്ക് പറ്റണില്ല. അപ്പോൾ ഇതായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് ഫിംഗേഴ്സ് അതൊക്കെ ഇവർക്കുള്ളതാണ്. നമുക്കതൊന്നും പറ്റില്ല. ഒന്നും എനിക്ക് വേണം. ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിയിരുന്നല്ലേ? ഇതെന്തിനാ വാങ്ങിയത്? ഓറിയൊക്കെ ഇതെന്തിനാ? ഇത് ഷിഫുനാ? എൻ്റെതൊക്കെ എൻ്റെ തന്നെ. തക്കാളി സോസ് പിന്നെ ടൊമാറ്റോ സോസ് ഞാൻ പിന്നെ ഒന്ന് വലുതന്നെ വാങ്ങിയാണ്. ഇവിടെ അങ്ങനെ ചെറുത് വാങ്ങി മടുത്തുകണ്. പിന്നെ വലുതന്നെ അവിടെ ഓഫർ ഉണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇത് പിന്നെ ഇത് ഇതാണ് കോൺഫ്ലവർ ഇവിടെ ഉണ്ടോന്ന് അത് കഴിഞ്ഞിട്ട്. കോൺഫ്ലവർ ഇത് നല്ലതാണ്. ചിക്കനൊക്കെ നല്ല നെരിഞ്ഞ് കിട്ടുന്ന നല്ല സുഖമാണിത്. കുറച്ച് ഇട്ടാൽ തന്നെ നല്ല പവറാണ്. ഇത് പിന്നെ ഇതെന്താ? ചോക്ലേറ്റാ? ഇതാ മറ്റേതാ കിൻഡർ ജോയിൻ്റെ? അതല്ലേ? ഇത് കാക്ക കൊടുന്നു വന്നപ്പോൾ. ഇത് കടലുണ്ട്. പൊട്ടിക്കണ്ട അത് നമുക്ക് ഏർപ്പാറിലിട്ട് കട പൊരിച്ച ഇവിടെ നെറ്റുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. മാവേലി പോയിട്ടുണ്ടായിരുന്നു. മാവേലി അത് കിട്ടിയില്ല. വേറെയുള്ള സാധനങ്ങളൊക്കെ കിട്ടി. പക്ഷേ ഇത് കഴിഞ്ഞിക്കണ് പറഞ്ഞു. മല്ലി കഴിഞ്ഞിക്കണ് പറഞ്ഞു. പിന്നെ ഞാൻ മല്ലി കുറേശ്ശെയൊക്കെ വാങ്ങി. ഇത് പിന്നെ ടിന്ന് അതിനുള്ളിൽ വേറെ 3 ഉള്ള അത് പൊട്ടിക്കണ്ട. അത് എല്ലാവർക്കും അറിയുന്നത്. ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ തോന്നുന്നു. പഞ്ചസാര കെട്ടൊക്കെ വെച്ചിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ കണ്ടപ്പോൾ അങ്ങനെ അത് വാങ്ങി. ഇതിന് മാഗി അല്ലേ? ഇത് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. പിന്നെ മസാലയൊക്കെ നമുക്ക് ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് കേടില്ല. അങ്ങനത്തെ ഒക്കെ വാങ്ങിയ സുഖമാണ്. ഇത് എയർ ക്ലീൻ. ഇത് ഓട്സ്. മുന്തിരി പച്ചമുന്തിരി. ഇതെന്താ പാടാവാം. കഴിച്ചു നോക്കിയിട്ടില്ല. കഴിച്ചു നോക്കാതെ വാങ്ങി. ഇതൊക്കെ പച്ചക്കറികളാണ്. കോവക്ക, വെണ്ടക്ക, ക്യാപ്സിക്കം, ഡ്രാഗൺ ഫ്രൂട്ട് പൊട്ടിച്ച് വെക്കണം. എന്താ പാട് കാരണം. ഞാൻ ചോപ്പാണ് എല്ലാം ഇത് വാങ്ങി ചോദിച്ച് വാങ്ങിയതാണ്. ബില്ല് ചെയ്യാൻ പോയപ്പോഴേ. പിന്നെ കട്ടിംഗ് ബോർഡ് ഞാൻ കാര്യമായിട്ട് പോയിക്കുന്നത്. കട്ടിംഗ് ബോർഡ് മിക്സിക്കുണ്ട്. കട്ടിംഗ് ബോർഡ് മരത്തിൻ്റെ ഉണ്ട് അവിടെ. പക്ഷെ എനിക്ക് പറ്റണേ. എനിക്ക് എൻ്റെ തന്നെ പറ്റണുള്ളൂ. എനിക്ക് വെള്ളം തന്നെ പറ്റുന്നുള്ളൂ. ഇതാകുമ്പോൾ കുറച്ച് കേട നമുക്ക് ഒഴിവാക്കാം. മറ്റേ മരത്തിൻ്റെ കരിമ്പം പുള്ളി ഇണുകാണ്ട് നനഞ്ഞാലൊക്കെ ചിരൊക്കെ കണ്ടില്ല. മരത്തിൻ്റെ ആയിട്ട് പെട്ടെന്ന് അതുപോലെ കേട് വരും. പിന്നെ ബിസ്ക്കറ്റ് വൈകുന്നേരത്തിനൊക്കെ കടിക്കൊക്കെ
ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ്. ഇത് പിന്നെ ഇത് പണ്ടപ്പോൾ കുറേ കഴിച്ച ബിസ്ക്കറ്റാണ് ഇതില്ലേ. അന്ന് എത്ര രൂപ? 10 രൂപ. 35 റുപ്യൻ്റെ ഏറ്റവും എത്ര ഉണ്ടാവും? ചെറിയ പീസ് ഉണ്ടായിരുന്നു പാറപ്പുറത്തൊക്കെ അന്ന്. ഇത് കുറേ ഉണ്ടാവും. ഡാർക്ക് ഫാൻസി ചോക്കോ ഇത് കുറേ കഴിച്ചിട്ടുണ്ട് ഇവരിട്ടാ. അവർ പാറപ്പുറത്ത് കൊടുന്ന് കുറേ കഴിച്ചിട്ടുള്ള സാധനമാണത്. അപ്പോൾ ഇത് വലുത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങുന്നത്. പിന്നെ ഇത് എന്തിട്ടാ എന്തെങ്കിലും കെട്ടൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഒക്കെ പഞ്ചസാര ഇടാനാ. ഇത് ബേക്കറി ഇടാനാണ്. അതിൽ പഞ്ചസാര ഇടാൻ. ഇതാണ് പഞ്ചസാര വാങ്ങിയത്. പിന്നെ ബേക്കറി ഇടാൻ ഇവിടെ മുത്തുവേ പൈസ ഇല്ലാത്ത ഓനിക്ക് ഫാർമസിയിൽ നിന്ന് ഫ്രീ ഇട്ടുന്ന കുപ്പികളൊക്കെ ഇവിടെ ഉള്ളത്. ഇതാർക്കുള്ള? അത് നമുക്ക് കോൾഗേറ്റ്. കോൾഗേറ്റാണ് ഇത്. ഇതിന് പേരെന്താ കോൾഗേറ്റിൻ്റെ? വിസിബിൾ വൈറ്റ്. പൊട്ടിച്ചാൽ നോക്കട്ടെ. നമ്മൾ തേക്കണ മാതിരിയല്ലല്ല. തേക്കാതെ തേച്ചില്ലെങ്കിൽ ബ്ലഡ് വരണമാണ്. ഇത് ചെറുതാണല്ലേ. ഇത് തുറന്നാ നല്ല സാധനം. അതാണ് വില കൂടുതലുണ്ടോ? വില എത്ര ഉണ്ട്? പൊട്ടിച്ചിട്ടില്ല. ഇതിനാ ഇത് പൈസ ഉണ്ട്. ഇതൊന്നിന് 70 റുപ്യ. 70 നല്ല ആയതുകൊണ്ട് വില. 70 റുപ്യ അങ്ങനത്തെ വില ഒന്നുമല്ല. കോൾഗേറ്റിന് വില ഒക്കെ ഉണ്ടാവും. പിന്നെ ഷിബിക്ക് കുറേ ദിവസം ലുലു മാള് പോയെന്നോളി ചീർപ്പ് വാങ്ങണമെന്നാണ് വന്ന് വാങ്ങിയില്ല. അപ്പോൾ ഇന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് പണ്ട് കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മുടിയൊക്കെ പാടാണ് കുടുങ്ങി ഞാൻ കെട്ടുത്തി. ഇത് ഒരിക്കൽ വാരുടി പിന്നെ ചിക്ക കണ്ടാന്നറിയും. ഇത് പിന്നെ ബോട്ടി, പിന്നെ ചിക്കന്, പിന്നെ ലിവറാള്, ബീഫ് ലിവറും ചിക്കൻ്റെ ലിവറും അല്ലേ പാർട്സ്. അതൊക്കെ ഇവിടെ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. മീനൊന്നും ആരും കൂട്ടുന്നില്ല. ഞാൻ തന്നെ എങ്ങനെ ഉണ്ടാക്കുക കൂട്ടുന്നത്. ഇത് പിന്നെ കോറക്സ്. ഇത് എന്താടി? ഇത് പൊട്ടിക്കണ കട്ടിക്കാം. ഇതിവിടെ പൊട്ടെന്താ? ഇതെന്താ? അതങ്ങനെ ഇത് ഹാൻഡ് വാഷ്. ഇതല്ലേ ക്ലീൻ വാഷ്, ഹാൻഡ് വാഷ്. പിന്നെ ഇത് മല്ലി ഒക്കെ ഓരോ കിലോ. എന്തൊക്കെ ഓഫറുണ്ട് കേട്ടോ അവിടെ. വലിയുള്ളിക്ക് എന്താ റേറ്റ് നോക്കാം. ഇത് നെല്ലിക്ക അടിച്ച് പറയും. നെല്ലിക്ക സുറുക്കിയിട്ടേക്കണമെന്ന്. അല്ല അത് ഓഫറുണ്ട്. 3 കിലോത്തിന് എത്ര ഓഫറുണ്ട് ഉണ്ടായിരുന്നു. അതല്ല വില. അവിടെ വേറെ ഉണ്ടായിരുന്നു. അത് അതിൻ്റെ വില അല്ല. അതിന് വേറെ ഉണ്ട്. ബില്ലിലുണ്ടാവും. പിന്നെ ഇത് ചോന്നമുളക്. ഇവിടെ മുളക് ഉണ്ടായിരുന്നു. ചോന്നമുളക് എന്തെങ്കിലുമൊക്കെ വറുക്കാനൊക്കെ സംബന്ധിച്ച് കുറച്ച് ചോന്നമുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചെറിയ പാക്കറ്റുകളായിട്ടാണ് അവിടെ. ചെറിയ പാക്കറ്റ് വലിയ ചെറിയുള്ളി ഉണ്ടല്ലോ. ചെറിയ പാക്കറ്റ് വലിയ പാക്കറ്റ് അങ്ങനെ ആയിട്ടാണ്. ഇതൊന്നും അധികം വില ഒന്നുമില്ല. കുറച്ച് വില ഉള്ളൂ. ദീമത്തെ വില അല്ല. ദീന് കുറഞ്ഞിട്ടാണ് അവിടെ കിട്ടുന്നത്. ബില്ലിടുമ്പോൾ കുറഞ്ഞിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഇത് നമ്മൾ ഊത് വാങ്ങിയില്ലല്ലോ. ഊത് വാങ്ങിയിട്ട് ഊതിനാണോന്ന് അറിയില്ല. നോക്കാം. ചെന്നന്തിരിൻ്റെ എന്തെങ്കിലും വാങ്ങും. അത് ഇതിന് മേലെ വെക്കണതാണ് ഇങ്ങനെ അല്ലേ. ഇതിൽ ടിന്നി വാങ്ങിയിട്ടുണ്ടായിരുന്നു. കടകും ഉലുവൊക്കെ ഇട്ടൊക്കെ പറ്റി. ഉലുവയും കടകും അല്ല. മറ്റേ വലിയൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ചായപ്പൊടി, കടല ഐറ്റങ്ങളൊക്കെ. പച്ചവെള്ളം ഒഴിച്ചിക്കൊണ്ട് എങ്ങനെ ഉണ്ടാവും? ഇത് ആക്കിടും. ഇതിനകത്ത് പേടാണ്. ഓക്ക് വലുത് പേടൊന്നും വാങ്ങി. ഇത് പിന്നെ ഓളെ പെൻസിലും പേനൊക്കെ ഇട്ടക്കാറിന് കണ്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ക്രബ്, പാത്രം കഴുകണ സ്ക്രബ്. ഇത് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. കമ്പി ഇത് ടർക്കിയാണ്. ഇത് കൈ വറുക്കാനാണ്. അവിടെ ഇതില്ലേ ടിഷ്യൂ വെക്കൽ. ഇത് 2 റൂം കൊണ്ടുവച്ചാളെന്നാലും എന്നാലും മണ്ടിയിൽ. ഇത് പിന്നെ ബ്ലേഡ്, കാബേജ് ഒക്കെ അരിയണ ബ്ലേഡ് തന്നെ. എന്നാൽ മോട്ടറിട്ടാ കറണ്ടില്ലേ. ഇത് കത്തിരിക്ക. അത് ഗൾഫത്തെ മോഡൽ. നല്ല വില ഉണ്ട് ഇതിന്. തുരുമ്പ് പിടിച്ചാത്ത റൈറ്റാണ്. ഇത് പിന്നെ ഇത് പൂതൊക്കെ ഇട്ടുകാണ്ട് പോയച്ചാണ്. കുറേ ദിവസം ഞാൻ പറഞ്ഞു. വെള്ളോ അങ്ങനെ പുക വരികയാണ്. ഇത് ഊത് ആണോ അറിയില്ല. പിന്നെ ബ്രേക്ക് ഫോം വാങ്ങിയിട്ട് ആ പൊട്ടിച്ച ബ്രേക്ക് ഫോൺ പല വിലൻ്റെ ഉണ്ടാവും. ഞാൻ ഇങ്ങനത്തെ വാങ്ങി. ഞാൻ ഇന്നാൾ വാങ്ങി അങ്ങനത്തെ ഒരു ജോലി കൂടി വാങ്ങിയതാണ്. അത് ഉള്ളിലുള്ളത് മിക്സി നമുക്ക് 2 കൂടി ഉപയോഗിക്കാം. 3 കൂടി ഉപയോഗിക്കാം. ഗ്രൈൻഡറും ഇല്ലേ. ഇതാ ചെറുതാണ്.
നമുക്ക് ഒന്ന് വാങ്ങിയാൽ മതി അതിലെ മസാല ദോശ സെയിമിന് കളർ അതന്നെയാണ് ഞാൻ ഒന്നുകൂടി വാങ്ങിയതാണ് ഞാൻ മസാല. പക്ഷെ അത്ര നിങ്ങൾ ചെറുതല്ലത്, ഇതോ അത്ര വലിപ്പമുണ്ട. അത് നമ്മൾ വാങ്ങിന് ചെറുതാണ്. ഇതാ ഇതിൽ മൂടി ഇതാ ചെറുതാണ് നമ്മൾ വാങ്ങിയത്. ഈ പുറത്ത് ഇങ്ങനെ പുള്ളിയുള്ള ഐറ്റമുണ്ട്, അത് നല്ല വില ഉണ്ട്. പിന്നെ ഉള്ളിൽ പുള്ളി അതുകൊണ്ട്. പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ചട്ടി, ഇത് ഊരിക്ക കവറ്. എനിക്ക് ഈ പുള്ളിയുള്ള ഭയങ്കര ഇഷ്ടം. ഓൺലൈനിൽ നിന്ന് കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ നോക്കുക. ഇത് കറണ്ടിൻ്റെ അടുപ്പ് വെച്ചാൽ കറുപ്പ് കളർ ഇരിക്കില്ല. അപ്പോൾ എത്രയും സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. ഓണോഫറെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ തന്നെ ഉള്ളൂ. ഒത്തിരി സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ഇടണം.